ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. അന്വേഷണം നടക്കുകയാണെന്നും ഇടപെടാനാകില്ലെന്നും കോടതി പറഞ്ഞു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഈ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്? സുപ്രീം കോടതിയെ സമീപിച്ചവർക്ക് ആർക്കും അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട്. കാരണം ഈ കാര്യങ്ങളിൽ നടക്കുന്ന പരിശോധനകൾ തുടരട്ടെ എന്ന നിലപാടായിരുന്നു സുപ്രീം കോടതി സ്വീകരിച്ചത്. അതുതന്നെയാണോ ഗോവർദ്ധന്റെ കാര്യത്തിലും സംഭവിച്ചത്? ജി കെ, തീർച്ചയായിട്ടും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ഇതുവരെയും ഈ കേസിലെ പ്രതികൾക്ക് ഒരു അനുകൂല ഇടപെടൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണ ഇതിലെ പ്രതികൾ സുപ്രീം കോടതിയിൽ ജാമ്യം തേടി സമീപിച്ച ഘട്ടത്തിൽ വിമർശനങ്ങളോടെയാണ് ആ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയത്. അതായത് അയ്യപ്പനെ പോലും വെറുതെ വിടുന്നില്ലല്ലോ എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇന്നിപ്പോൾ ഗോവർദ്ധനന്റെ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അന്വേഷണം പുരോഗമിക്കുകയാണ്, ഈ സാഹചര്യത്തിൽ തങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ഗോവർദ്ധനന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. എന്നാൽ ഗോവർദ്ധനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോഹ്തഗി പറഞ്ഞത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു പങ്കുമില്ല, താനൊരു അയ്യപ്പ ഭക്തനാണ്, ശബരിമലയിൽ താൻ പല തവണയായി സംഭാവനകൾ നടത്തിയ ഒരു വ്യക്തിയാണ് എന്നുള്ള തരത്തിലുള്ള വാദം മുകുൾ റോഹ്തഗി ഗോവർദ്ധനു വേണ്ടി ഇന്ന് സുപ്രീം കോടതിയിൽ ഉന്നയിച്ചു. പക്ഷേ കോടതി പറഞ്ഞത് പക്ഷേ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ഇതൊന്നുമല്ലല്ലോ എന്നൊരു പരാമർശം നടത്തി. എന്നിട്ട് പറഞ്ഞത് അന്വേഷണം പുരോഗമിക്കുന്നു, ഈ ഘട്ടത്തിൽ ഇടപെടുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഗോവർദ്ധനന്റെ ജാമ്യാപേക്ഷ ഉണ്ടായിരിക്കുന്നത്. ബെല്ലാരിയിലെ വ്യവസായി ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ കൂടി ഇന്നിപ്പോൾ കോടതി തള്ളിയിരിക്കുന്നു. ഈ കാര്യങ്ങളിൽ പരിശോധനകൾ നടക്കുകയാണല്ലോ, അതുകൊണ്ട് ഇടപെടുന്നില്ല എന്ന നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ആർ അച്യുതൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.